ഹായ് എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ക്യാബേജ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ. ഈ കറി നമുക്ക് ചപ്പാത്തി, ദോശ, ചോറ് ഏതിൻ്റെ കൂടെ ആയിട്ടും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ളത് ക്യാബേജ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് പച്ചമുളക് നല്ലോണം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സവാളയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഒരു സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പെരുംജീരകം ചേർത്ത് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കിസ്മിസ് ഒരു 10 എണ്ണം ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളകും പിന്നെ ജീരകവും പൊടിച്ചിട്ട് 1 ടീസ്പൂൺ അത് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് പിന്നെ കടലപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്തിട്ട് നല്ലോണം ആദ്യം മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്ത ശേഷം നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് എന്തായാലും ആവശ്യം ഉണ്ടാവും. കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അര ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി എണ്ണ ചൂടായ ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് അതൊന്നും നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ കുറച്ച് കാഷ്യൂസ് എടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഉള്ളി കട്ട് ചെയ്തത് എടുക്കാം. പിന്നെ തക്കാളി ഞാനിവിടെ 2 എണ്ണം എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ടിട്ട് നല്ലോണം പേസ്റ്റ് പോലെ ഒന്ന് ഡിർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടായ ശേഷം കുറച്ച് ഉള്ളി ചോപ്പ് ചെയ്തത് പിന്നെ അതിലേക്ക് നമ്മൾ പെരുംജീരകം ഇട്ടിട്ട് അരച്ചു വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വേവിക്കുമ്പോൾ നമ്മൾ എണ്ണ സെപ്പറേറ്റ് ആയി കിട്ടുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് കുക്ക് ചെയ്യാം.
ഇനി നമുക്ക് തൈര് 1 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് അടപ്പ് വെച്ചിട്ട് നമുക്കൊരു ലോ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തിട്ട് എണ്ണ സെപ്പറേറ്റ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ചപ്പാത്തീൻ്റെ കൂടെ കഴിക്കാനുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ ക്യാബേജ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഞാനിവിടെ 200 ml വാട്ടറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനാണെങ്കിൽ നമുക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളച്ച പാടെ നമുക്ക് ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഇനി അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത്രേ ഉള്ളൂ ഗൈസ്, നമ്മൾ അടിപൊളി റെസിപ്പി ഇവിടെ റെഡിയാണ്. നിങ്ങൾ ഹോട്ടൽസിലൊക്കെ കഴിച്ചിട്ടുണ്ടാവും ഈ ടേസ്റ്റിൽ. അത്രയും ടേസ്റ്റിയാണ് കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്